ദീർഘദൂര യാത്ര ചെയ്യുന്ന ഡ്രൈവർമാരെ ആസ്പദമാക്കിയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. വാഹനാപകട പരമ്പര തുടരുകയാണ്. നാം കഴിഞ്ഞ ദിവസം കണ്ടതാണ് പത്തനംതിട്ടയിലും അതുപോലെ തന്നെ ആലപ്പുഴയിലും. ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്? വാഹനം ഓടിക്കുന്ന ഡ്രൈവറാണോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരാണോ? ഒരു കുടുംബത്തിലെ 4 പേർ മരണപ്പെട്ടത്, അതുപോലെ തന്നെ പാലക്കാട് വിദ്യാർത്ഥികൾ മരണപ്പെട്ടത്. ആരാണ് ഇതിന് ഉത്തരവാദി? പോലീസും MVDയും സംയുക്തമായിട്ടുള്ള പരിശോധന ആരംഭിച്ചിരിക്കുന്നുവെന്ന് എറണാകുളം RTO മനോജ് പറഞ്ഞു. വാഹനാപകടങ്ങൾ കൂടി വരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ നാഗരാജ് സാർ ഒരു ചെക്കിംഗ് പ്രോഗ്രാം, ഇൻറ്റൻസീവ് ചെക്കിംഗ് പ്രോഗ്രാം വരുന്ന 1 മാസത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതായത് കൂടുതലും ദീർഘദൂര യാത്ര ചെയ്യുന്ന ഡ്രൈവർമാരെ ആസ്പദമാക്കിയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അവർക്ക് കുറച്ച് ശ്രദ്ധ കൊടുക്കുന്നതിന് രാത്രികാല പട്രോളിങ്ങും അതുപോലെ തന്നെ രാത്രികാല ചെക്കിങ്ങും ഊർജിതമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ചുള്ള പരിശോധനകളും ശക്തമാക്കുന്നുണ്ട്. ഇതുകൂടാതെ രാത്രികാലങ്ങളിൽ വരുന്ന ഡ്രൈവർമാർക്ക് റെസ്റ്റ് എടുക്കാനും അതുപോലെ തന്നെയുള്ള ബാക്കി സൗകര്യങ്ങളും അവർക്ക് ഇടവേളകൾ നിർബന്ധമായും സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാനുമുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. കേരളത്തിൽ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 17 ബ്ലാക്ക് സ്പോട്ടുകളാണുള്ളത്. ആ ബ്ലാക്ക് സ്പോട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി പോലീസും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിലെയും ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് സംയുക്ത പരിശോധന നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളത്ത് ഇന്ന് ആലുവയിലും അതുപോലെ തന്നെ എറണാകുളത്തും പരിശോധനകൾ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദൂരം യാത്ര ചെയ്യുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഈ ചെക്കിംഗ് പരിശോധനയിലൂടെ തന്നെയാണ് പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ കൂടാതെ ചെക്ക് പോസ്റ്റുകളിൽ കൂടി വരുന്നതും അതുപോലെ തന്നെ ലോങ് ജേർണി ബസ്സുകൾ, അതുപോലെ കാറുകൾ, പിന്നെ ലോറികൾ, ഇവയെല്ലാം കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് അറിയാൻ കഴിയും ദീർഘദൂര യാത്രക്കാരാണ് അവർ എന്നുള്ളത്. പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ നമ്പർ വഴിയും അതുപോലെ തന്നെ അവരോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെയാണ് നിയന്ത്രിക്കാനുള്ളത്. അതെ അതെ അതെ. അതായത് വാഹനം ഓടിക്കുന്നവരുടെ അശ്രദ്ധക്കുറവാണ് ഈ അപകടങ്ങൾ കാരണം. വാഹനങ്ങൾ ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പലതാണ്. ഒന്ന്, ദീർഘദൂര യാത്രയ്ക്ക് ഞാൻ ഫിറ്റ് ആണോ എന്നുള്ളത് സ്വയം ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ പ്രായോഗികമായിട്ട് നമ്മളൊരു കാർ ഓടിക്കാനുള്ള ലൈസൻസ് കരസ്ഥമാക്കി കഴിഞ്ഞാൽ നമുക്ക് അതനുസൃതമായുള്ള വാഹനം തന്നെയാണ് നമുക്ക് ഓടിക്കാൻ ഫിറ്റ് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. നൂതനമായ സ്വയം നിയന്ത്രിക്കേണ്ടതുണ്ട്, സ്വയം വിശ്രമിക്കേണ്ടതുണ്ട്. മറ്റുള്ളവർ പറയുന്നത് കേട്ടല്ല നമ്മൾ വാഹനം നിയന്ത്രിക്കേണ്ടത്. നമുക്ക് വാഹനം നിയന്ത്രിക്കുവാൻ, പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ കാലത്ത് നിരവധി അസുഖങ്ങൾക്ക് മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ മരുന്നുകൾ കഴിച്ചതുകൊണ്ട് ഉറക്കം വരാൻ സാധ്യതയുണ്ടോ? അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ വയറ് നമ്മൾ നിറച്ച് ഭക്ഷണം കഴിച്ച് ഉറക്കം വരുവാൻ സാധ്യതയുണ്ടോ? ഇതെല്ലാം സ്വയമേവ അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഉറക്കം വരുമ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല, കുറച്ചുകൂടി എനിക്ക് പോകാം എന്നോർത്ത് ഓടിക്കുകയല്ല വേണ്ടത്. മറിച്ച് വേണ്ട സമയത്ത് റെസ്റ്റ് എടുത്തതിന് ശേഷം യാത്ര തുടരുക എന്നുള്ളതാണ് വേണ്ടത്. കൂടാതെ സ്വാഭാവികമായി നമ്മൾ കണ്ടുവരുന്നത് രാത്രി കാലങ്ങളിൽ 1 മണി മുതൽ 4 മണി വരെയുള്ള സമയമാണ് ഒരു ഉറക്കം വരുന്ന സമയം. ആ ഉറക്കം വരുന്ന സമയത്ത് നമ്മൾ വാഹനം എവിടെയെങ്കിലും വഴിയരികിൽ ഒതുക്കി ഭദ്രമായി നിർത്തിയതിന് ശേഷം ഉറങ്ങിയതിന് ശേഷം മാത്രം യാത്ര തുടരുക. അല്ലാതെ എനിക്ക് ഇനിയും ഉറക്കമില്ലാതെ ഓടിക്കാൻ കഴിയും എന്നുള്ള സ്വയം ആത്മബോധം ഒഴിവാക്കുക. അതവർ തീർച്ചയായും ഒരു കുറച്ചിലായിട്ടാണ് കാണുക. തന്നെയല്ല, എൻ്റെ വീട്ടുകാരൻ നന്നായി വണ്ടി ഓടിക്കും എന്ന് പറയാനുള്ള ആത്മാഭിബോധത്തിൻ്റെ അടുത്ത് അവർ ആ ഒരു രീതിയിലുള്ള ഒരു ക്രേസ് ഉൾക്കൊണ്ട് സ്വന്തം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അവസ്ഥയെ മറന്ന് വണ്ടി ഓടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഈ തീർത്ഥാടനത്തിനൊക്കെ പോകുന്ന ആൾക്കാരും വിനോദസഞ്ചാരങ്ങൾക്ക് പോകുന്ന ആൾക്കാരും പുറമേ നിന്നുള്ള ഒരു ഡ്രൈവറെ വെക്കുന്നത് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. കുടുംബം ഒന്നാകെ അപകടത്തിൽപ്പെടുന്ന അവസ്ഥകളാണ് പലപ്പോഴും കാണുന്നത്. അത് ഒഴിവാക്കാൻ കഴിയും. തന്നെയുമല്ല, നമ്മൾ വിനോദസഞ്ചാരത്തിന് പോയി ക്ഷീണിച്ച് വന്നതിന് ശേഷം വീണ്ടും വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായും ഉറക്കം വരും. ആ ഉറക്കത്തെ നിയന്ത്രിക്കുവാൻ നമുക്ക് സാധ്യമാവുകയില്ല. നമ്മുടെ ഒരു മെറ്റാബോളിക് സൈക്കിളുണ്ട്. ആ സൈക്കിളിനെ ആസ്പദമാക്കിയുള്ള ഉറക്കത്തെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുകയില്ല. അതേസമയം തന്നെ നമ്മളൊരു പെയ്ഡ് ഡ്രൈവറിനെ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഉറങ്ങാനുള്ള സമയം കിട്ടും. നമുക്ക് വിനോദസഞ്ചാരം കഴിഞ്ഞ് വാഹനം ഓടിക്കേണ്ടതില്ല. അങ്ങനെയുള്ള ഒരുപാട് മെച്ചങ്ങളുണ്ട്. പക്ഷേ നിസ്സാര ലാഭത്തിൻ്റെ പേരിൽ നമ്മളൊരു ഡ്രൈവറെയോ അല്ലെങ്കിൽ ഒരു ടാക്സി വിളിക്കുന്നതോ ഒഴിവാക്കുന്നത് നമ്മുടെ കുടുംബത്തിന് മൊത്തത്തിൽ തന്നെ നാശത്തിലേക്ക് ഭവിക്കുന്ന, അപകടം സംഭവിച്ച് നാശത്തിലേക്ക് ഭവിക്കുന്ന അവസ്ഥയാണ് പൊതുവിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട്
അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് പറയാനുള്ളത് ഇതാണ്: ദീർഘദൂര യാത്രകൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ നല്ല പരിചയസമ്പന്നനായ ഒരു ഡ്രൈവറിനെ വയ്ക്കുക, അയാൾക്ക് വിശ്രമിക്കാനുള്ള അവസരം കൊടുക്കുക. അതുവഴി നമ്മൾക്ക് നഷ്ടപ്പെടാതെ രക്ഷപ്പെടുത്താൻ കഴിയുന്നത് നമ്മുടെ വിലയേറിയ ജീവനുകളും കുടുംബ സ്വത്തും ആണ്. ഇതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഹെവി വാഹനങ്ങൾ ഓടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഹനം സൈഡ് ഭദ്രമായി ഒതുക്കിയിടുക, പാർക്ക് ലൈറ്റ് ഇട്ട് ഒന്ന് ഉറങ്ങിയതിന് ശേഷം നിങ്ങൾ യാത്ര തുടരുക. പ്രത്യേകിച്ച് മുഖം കഴുകിയും അതുപോലെ തന്നെയുള്ള വേണ്ട വിശ്രമങ്ങൾ എടുക്കുവാനുള്ള സജ്ജത മാനസികമായി നമ്മൾ തയ്യാറാവുക. അതാണ് വേണ്ടത്. ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ് ഇതിനെല്ലാം കാരണം.